ദുആ എന്നാണ് സ്വലാത്ത് എന്നതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ 5 നേരം നിസ്കരിക്കാറുണ്ട് ദുആർക്ക് എന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മൾ നടത്തുന്നുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബനാ ഇന്നീ അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും മക്കത്ത് കൊണ്ടുപോയാക്കാൻ ആക്കിയതിന്റെ കാരണം പറഞ്ഞ എന്താ അറിയോ? ലിയുഖീമുസ് സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്താൻ എന്നാണ്. നിസ്കാരം അത്രമേൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് ദുആ. എന്താണ് ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ വഴിക്ക് നയിക്കണമേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൽബിനെ ചാഞ്ചാട്ടല്ലാതെ പിടിച്ചു നിർത്തണേ അല്ലാഹ് എന്നാണ്. ഖലബ, കൽബിന്റെ സ്ഥിതി അങ്ങനെയാണ്. ഖൽബ് ഹൃദയം എന്ന് നമ്മൾ പറയാറുണ്ട്. അറബിയിൽ അതിന് ഖൽബ് എന്നാ പറയാ. ഖലബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറിയാന്നാണ്. ഖലബ മറിഞ്ഞു തിരിയ എന്നാണ്. തിരിഞ്ഞു മറിയ, അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. ഖലബ അതല്ലേ ഇൻഖിലാബ്. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെ നാട്ടിൽ കണ്ണൂരൊക്കെ എപ്പോഴും കേൾക്കണല്ലോ ഇൻഖിലാബ്. നമ്മളെ നാട്ടിൽ കുറവാ. ഇൻഖിലാബ് സിന്ദാബ്, ഇൻഖിലാബ് എന്നല്ലേ ഇൻഖിലാബ്. അറബിയിൽ അങ്ങനെ പറയാ. ഇൻഖിലാബ് സിന്ദാബാദ്, മാറ്റം വരട്ടെ എന്നാണ്. ഖലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു എന്നാണ്. മൊമലജി, ഇന്ന് രാവിലെ ഒരു കാര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയാണോ ഒപ്പം ചിന്തിക്കണേ? നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്നറിയില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ വീടെടുത്തത് ശരിയായില്ല, അന്ന് ഞാൻ ചിന്തിച്ചത് തെറ്റായി പോയി. വേറെ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ആ 2ാമത്തെ പുതിയ ആപ്പിൾ എടുത്തത് ശരിയായില്ല, എടുത്തപ്പോൾ മൂപ്പർക്ക് തോന്നി അതാണ് ശരിയെന്നാ, പിന്നെ തോന്നുന്നത് ശരിയല്ല. ഖലബ, അതാണ് ഖൽബിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഹിദായത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനൊരു സമയപ്പം തട്ടം ധരിക്കരുത്, തട്ടമിടാൻ പാടില്ല, അങ്ങനൊരു പ്രഖ്യാപനം വന്നപ്പോഴേ നമ്മളെ ചില കുട്ടികൾ എന്നെ ചോദിക്കാൻ, എന്താ തട്ടിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം? ഖലബ, അതുവരെ മനസ്സിൽ വരാത്തൊരു ചിന്ത അപ്പൊ വരികയാണ്. അതാ പറയുന്നതിനോട് യോജിച്ചു വരാൻ ഖൽബാണ്. ഖലബ, ഖൽബ് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? ഇന്നലെ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ വയലു കഴിഞ്ഞു വന്നതിന് ശേഷം ഒരു 12 മണിക്ക് എൻ്റെ അടുത്തൊരു കുടുംബം വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? നല്ല മോനാ, തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന പൊന്നുമോനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പെണ്ണുമായി പ്രേമത്തിലാണ്. അല്ലാഹു തആല ഹിദായത്ത് എങ്ങനെ എടുത്തു കളയെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് 5 നേരവും അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഖൽബ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന്. അല്ലേ? രാവിലെ ഭാര്യനോടില്ല മൈനാജി, രാവിലെ ഭാര്യനോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ വൈകുന്നേരം ഒരു ചെറിയ കുശുമ്പ്. ഖൽബ് അങ്ങനെയാണ്. ഖലബ, ഇതിങ്ങനെ മാറും. രാവിലെ തോന്നും ആ സ്ഥലം വിറ്റാ തിരക്കില്ല, വൈകുന്നേരം തോന്നും ഇപ്പൊ വിൽക്കണ്ട, എയർപോർട്ട് വികസനം വരികയാണ്, ഇനിയും നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഹജ്ജ് ടെർമിനലൊക്കെ വരാൻ സാധ്യത ഉണ്ട്, പിന്നെ കൊടുക്കണം. ഖൽബ് അങ്ങനെ. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഖൽബിനെ നീ ഉറപ്പിച്ചു നിർത്തി തരണേ എന്ന് ദുആ ചെയ്യുന്ന നിസ്കാരം ദുആയാണ്. നിസ്കാരം ദുആയാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തുകളുടെ ബ്രെയിനാണ് ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തുകളുടെ തലച്ചോറാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ബ്രെയിൻ എത്രമാത്രം പ്രാധാന്യമേറിയതാണോ അതേപോലെ പ്രാധാന്യമേറിയതാണ് ഇബാദത്തുകളിൽ പ്രാർത്ഥന എന്നത്. നിസ്കാരം അതാണ്, നിസ്കാരം ദുആയാണ്, പ്രാർത്ഥനയാണ്. അതേപോലെ ഹജ്ജ് ദുആയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കലാണ്. എന്താ അറഫയിൽ പണി? ദുആർക്കുക. അറഫയിൽ ചൊല്ലൽ നിർബന്ധമുള്ള ഒന്നുമില്ലല്ലോ, ദുആ തന്നെ.
പുണ്യനബി തങ്ങൾ പറഞ്ഞത് അറഫയിൽ വെച്ചൊരാൾ എന്തു കാര്യത്തിന് ദുആ ചെയ്താലും അതിന് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ തെറ്റെന്ന്. ഹജ്ജ് ദുആയാണ്. ഹജ്ജിൽ നമ്മൾ ചൊല്ലണ എല്ലാ സ്ഥലത്തിന്റെയും പ്രത്യേകത എന്താ പറഞ്ഞ്? ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം എന്നാണ് അല്ലേ? ഹജ്ജൽ വസ്തു ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, സംസം കിണർ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, റുക്നുൽ യമാനി ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, തവാഫ് ദുആക്ക് ഉത്തരമുള്ള സമയം, സഫാ ദുആക്ക് ഉത്തരമുള്ള സ്ഥലം, മർവ ദുആക്ക് ഉത്തരമുള്ള സ്ഥലം, സഈ ദുആക്ക് ഉത്തരമുള്ള സമയം, മിന ദുആക്ക് ഉത്തരമുള്ള സ്ഥലം, ജംറത്തുൽ ഊലയും മുസ്തയും ദുആക്ക്. ഹജ്ജിൽ നമ്മൾ എവിടൊക്കെ പോകണോ അവിടൊക്കെ പറഞ്ഞ ദുആക്ക് ഉത്തരമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ദ്വാരനൂളി ദുആ ചെയ്തോളൂ. ഇബാദത്തുകാരുടെ മുഖാണ്, ഇബാദത്തുകാരുടെ ബ്രെയിനാണ് ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അങ്ങനെ. മശ്അറുൽ ഹറാം, മുസ്ദലിഫ ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. ഒക്കെ എങ്ങനെയാ? ഇപ്പൊ ഹജ്ജ് പ്രധാനമായും ദുആ തന്നെയാ. നിസ്കാരം ദുആയാ, റമളാനും ദുആ തന്നെയാണ്. റമളാനും ദുആ. ഞാൻ എന്തിനാ പറഞ്ഞത്? വളരെ സാന്ദർഭികമായൊരു പരിപാടി ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത്. വളരെ സാന്ദർഭികം എന്ന് പറഞ്ഞാൽ ദുആ ചെയ്തുകൊണ്ട് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാ. റമളാൻ മുഴുവനും ദുആ തന്നെ. ജീവിതത്തിൽ ദുആ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം, എല്ലാ സമയത്തും ഉണ്ടാകണോ ദുആ. അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന എന്നൊക്കെ ഇസ്ലാമുണ്ട്. فإنه لن يهلك مع الدعاء أحد. ഒരാൾ ദുആ ജീവിതത്തിൽ ദുആ കൊണ്ട് നടന്നാൽ പരാജയപ്പെടൂല എന്ന് ആരാ പറയുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. ദുആയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ഒന്നും ഇല്ലേ ഇല്ല. കേൾക്കണേ, ദുആയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒന്നും ഇല്ലേ ഇല്ല. ദ്വാരക്കാരന് റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. ദ്വാരക്കാരന് അള്ളാഹിനോട് ചോദിക്കുക. ഒരടിമ ആവശ്യമുള്ളതൊക്കെ റബ്ബിനോട് ചോദിക്കുക. അടിമകൾക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനം എന്ത്? ചോദിക്കുക എന്നുള്ളത്. ഒരാൾ വന്നിട്ട് ഒരു 50,000 റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു വട്ടമൊക്കെ എടുത്തു കൊടുക്കും. പിറ്റേന്നും അയാൾ വന്നിട്ട് വേറെ 50,000 കൂടി തരുമെന്ന് പറഞ്ഞാൽ ഇയാളെ കണ്ണു മുറുക്കൊന്ന് പാടും. പിറ്റേന്ന് ഇയാൾ വന്നിട്ട് ഒരു 50,000 തരുമെന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ അവിടെയും ഇവിടെയും ചൊറിഞ്ഞിട്ടും എല്ലാം അങ്ക് എന്നു തന്നെയാണ് പണിയെന്ന് വയ്ക്കും. നാലാമത്തെ സാൽ വരുന്ന കണ്ടാൽ തന്നെ കുട്ടികളോട് പറയും, വാതിലാണ് അടിച്ചാൽ അയാൾ പുറത്താക്കിയത്. മനുഷ്യന് വെറുപ്പാ ചോദിക്കണം. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരോട് റബ്ബിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹ് എന്നെ പറഞ്ഞാൽ തരാം, എന്ത് നിങ്ങൾക്ക് വേണോലും ചോദിച്ചോളൂ, ഞാൻ തരുന്ന. നിങ്ങൾ എന്തിനോട് ചോദിച്ചാലും ഞാൻ തരാം, എന്തെന്നോട് ചോദിച്ചാലും ഞാൻ തരുമെന്ന് അള്ളാഹു. പക്ഷെ എങ്ങനെ ചോദിക്കണം എന്നല്ലേ? ചോദിക്കണമാതിരി ചോദിക്കണം. നമ്മളൊക്കെ ചോദിക്കണണ്ട കൊടുക്കാനല്ല തോന്നുക, എന്നാലും പൊട്ടിച്ചുകൊടുക്കാനാ തോന്നുന്നത്. പള്ളിയിലൊക്കെ ഇരുന്നിട്ട് നിസ്കാരത്തിന് ശേഷം ദ്വാരകമ്മ കണ്ടില്ലേ, ചുമരിങ്ങനെ ചാരി ആമീൻ ആമീൻ. ആര് കൊടുക്കാനാ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട്ടിലൊരാൾ വന്നിട്ട് നമ്മളൊരു 50,000 ചോദിക്കുക, നമ്മളെ മുഖത്തൊന്നും നോക്കാതെ അയാൾ ഒരു 50,000 തരുമോ? കിട്ടിയാർക്കിടില്ല. അല്ല, അയാൾ ഇങ്ങനെ വന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ കളിച്ചിട്ട് ഒരു 50,000 തരുമോ? എനിക്ക് എന്നെ ആവശ്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ പറയാ? ഇയാളെന്താ ഒരു മര്യാദ ഇല്ലാത്ത മനുഷ്യൻ എന്നല്ലേ ചോദിക്കാം. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത് കൈ പൊക്കി 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 തോളിൽ ഉണ്ടായിരുന്ന പുതപ്പ് താഴേക്ക് വീണു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ആ പുതപ്പ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തോളിൽ എടുത്തു വെച്ചിട്ട് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മദീന നബിയേ, അല്ലാഹു അങ്ങയെ പാഴാക്കൂല യാ റസൂലല്ലാഹ്. ഇന്ന് ദുആ ഇല്ലല്ലോ. ദുആ ഉണ്ടോ? പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങന്മാര് ഗർഭിണികളായാല് അല്ലെങ്കിൽ ഒരു ദ്വാരക്കും ഗർഭിണികളായ കാര്യമായിട്ട് ദ്വാരക്കല.
ഇന്ന് ഗർഭിണികളായ കാര്യമായിട്ട് വാട്സപ്പ് കളിക്കലാണ്. അന്ന് പ്രാര്യമായും ദുആ ചെയ്യല. അതാണ് മജ്ലിസുന്നൂർ. മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങളെ ബർക്കത്തിനാൽ അമൈക്കടം യാ റബ്ബന. അതിൽ വരാത്തൊന്നുമില്ല. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും. ഗർഭിണിയൊരു പെണ്ണിങ്ങനെ ചെല്ലുക. അപ്പോൾ അവളെ മനസ്സിൽ വന്നത്, കഴിഞ്ഞ ആഴ്ച കുടുംബത്തിൽപ്പെട്ട ഗർഭിണിയായ പെണ്ണിനെ 7 മാസം തലസ്പേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത്. കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയി, മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്ത കുട്ടിയെടുത്തത്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങളെ ബർക്കത്തിനാൽ അമൈക്കടം യാ റബ്ബന. ഗൾഫിക്ക് പോണ സമയത്ത് ചൊല്ലും, എന്താ? ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ, യാത്രയിൽ അപകടങ്ങളില്ലാതിരിക്കും, ഒക്കെ പെട്ടിട്ടുണ്ട്. ദുആ, അല്ലാഹുവിനോടാകമഴിഞ്ഞുള്ള പ്രാർത്ഥന അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ, അല്ലാഹു പുണ്യ നബിയിലൂടെ ഒരുപാട് സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ വന്നിട്ട് ഇപ്പൊ ചോദിക്കലുണ്ട്, ഉസ്താദേ പിന്നെ ഗർഭിണിയാവൂല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഗർഭിണിയാവൂല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി ഗർഭിണിയാകണമെങ്കിൽ ബീജമെടുത്ത് അണ്ടവുമായി സങ്കലിപ്പിച്ച് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കണം എന്ന്. ആരുടെ അണ്ടോ, ആരുടെ ബീജം, ആരുടെ ബീജാന്നറിയില്ല. ഹറാമാപങ്ങളെ അന്യപുരുഷൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മക്കളില്ലാത്ത 3 ചരിത്രം അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. 3 കുടുംബത്തിന് ഞാൻ മക്കളെ കൊടുത്തു എന്നല്ല പറഞ്ഞത്, ദ്വാരന്നപ്പോ കൊടുത്തു എന്നാണ്. നമ്മൾ ഒരിക്കലെങ്കിലും പടച്ചവനോട് കയ്യുചി ചോദിച്ചു നോക്കണ്ടേ? അർഹമുർറാഹിമീനായ റബ്ബിനോട് കൈപൊക്കിയിട്ട് ചോദിച്ചെങ്കിലല്ലേ. 3 ചരിത്ര സംഭവങ്ങൾ അല്ലാഹു പറഞ്ഞപ്പോൾ 3ഉം അല്ലാഹു പറഞ്ഞത് ദുആ ചെയ്തപ്പോൾ ഞാൻ കൊടുത്തുവെന്നാണ്. അങ്ങനെ അല്ലാഹു പറഞ്ഞത്. ഹന്നത്ത് ബീവിന്റെ സംഭവം പറയണ്ട, ഇബ്രാഹിം നബിന്റെ സംഭവം പറയണ്ട. ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടായത് 86ാമത്തെ വയസ്സിൽ. എത്ര മുഹമ്മദ് 86ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടായത്. ഇതൊന്നും മൂല്യമാരെ പറ്റിക്കാൻ പറഞ്ഞല്ലേ. 86ാമത്തെ വയസ്സിൽ. ഞാനും ഈ ചരിത്രമൊക്കെ വായിച്ചു പോയെങ്കിലും ഒരു 60 കഴിഞ്ഞാൽ ഇവന് കുട്ടികളുണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ചത്. നല്ല കാര്യം പറയാലോ അല്ലെ. അതിന് വിരുദ്ധനായ ഒരാളുണ്ടെന്നല്ലേ നമ്മുടെ നാട്ടിൽ പെടുത്ത് മരിച്ചു, ആവട്ടിക്ക അല്ലേ? ആവട്ടിക്കാക്ക് 60 കഴിഞ്ഞിട്ട് മക്കളുണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ആവട്ടിക്ക. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. ഇതൊക്കെ വായിച്ചെങ്കിലും ചരിത്രമൊക്കെ. പക്ഷേ ഫറൂഖിനടുത്ത് കരുവന്തുരുത്തിയിൽ ഒരിക്കൽ വഅദിന് പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയൊരു വീടുണ്ട്. ആ വീട്ടിലെ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു അത്ഭുതം കേൾക്കണം ഉസ്താദ് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയുടെ 76ാമത്തെ വയസ്സിലാണ് ഞാൻ 1ാമത്തെ മകനായി ജനിച്ചത്. വാപ്പന്റെ 76ാമത്തെ വയസ്സ്. അതൊരു വേപ്പ കുട്ടികളുണ്ടായില്ല. 76ാമത്തെ വയസ്സിലാണ് ഞാൻ കുട്ടിയായിട്ട് ജനിച്ചത്. 80 ആ കുട്ടി ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പോരാണെങ്കിൽ അങ്ങോട്ടുള്ള ചെലവ് ഞാൻ എടുത്തോളാം, അങ്ങോട്ടുള്ള അങ്ങോട്ട് എടുക്കേണ്ടി വരും. 80ാമത്തെ വയസ്സിൽ ഇയാൾ പറയാൻ എനിക്കൊരു പെങ്ങളും ഉണ്ടായി. 78ാമത്തെ വയസ്സിൽ ഉപ്പാക്ക് ഒരു മകൾ ജനിച്ചു, എന്റെ പെങ്ങളായി. 80ാമത്തെ വയസ്സിൽ വാപ്പ മരിച്ചുപോയി. 80ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്നോട് ഉറപ്പിച്ചു ചോദിച്ചാൽ ഞാൻ തരും. ധൃതിപ്പെടരുത്. ചില ആൾക്കാർക്ക് ഭയങ്കര ധൃതിയാണ്. ധൃതി എന്ന് പറഞ്ഞാൽ എന്നാട് ചോദിച്ചാൽ നാളെ തന്നെ കിട്ടണം. ധൃതി പാടില്ല. ധൃതി പൈശാചികമാണ്. അങ്ങനല്ലേ? അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് റബ്ബ് ഉത്തരം കൊടുക്കാൻ ഭിന്ദിപ്പിക്കുന്ന.
എൻ്റെ നാട്ടിലെ കബീറാജി മൂപ്പര് പാണക്കാട് ഐതല്ലി തങ്ങളെ വീട്ടിൽ ചെന്ന ഐതല്ലി തങ്ങൾ ഒരാൾ ഇരിക്കുന്ന മൂപ്പര് വലിയ ക്ലോസാണ്. അപ്പം വേഗം വന്ന ആൾക്കാരുണ്ടോ തിരക്ക് ഓലൊക്കെ വിട്ടിട്ട് മറ്റോ അവിടെ ഇങ്ങനെ കുത്തിരിക്കന്നെ ഞങ്ങളവിടെ ഇരിക്കുക. സ്നേഹമുള്ള ആളുകളെ നമ്മൾ അങ്ങനെയല്ലേ അല്ലാഹു തആല അവരുടെ സ്നേഹത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് പരിശോധിക്കുന്നതാണ്. അങ്ങനെയാണ്. ഗർഭപാത്രം നിറയെ മുഴ എന്ന് പറഞ്ഞു വന്ന ഒരു പെണ്ണുണ്ടായിരുന്നു തളിപ്പറമ്പിലാണ്. ഡോക്ടർ പറഞ്ഞത് ഗർഭപാത്രം എടുത്തു കളയണമെന്ന്. 22 വയസ്സ്. ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ ഈ കാര്യമറിഞ്ഞാൽ ഭർത്താവെന്നെ ത്വലാഖു ചൊല്ലുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ കുട്ടികളുണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഭർത്താവ് വേറെ കല്യാണം കഴിക്കും. രണ്ടും ഒരു പെണ്ണിന് പ്രയാസമല്ലേ? റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് ഇരുന്ന് ദുആ ചെയ്ത് അത്ഭുതം കേൾക്കണം. നിങ്ങൾക്ക് 40 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി രണ്ടാമത് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് മുഴയും അത്ഭുതകരമായി പൊട്ടിപ്പോയിട്ടുണ്ട്, ചുങ്ങിപ്പോയിട്ടുണ്ട്. ഡോക്ടർ തന്നെ പറയാൻ അത്ഭുതമാണ്. ദുആക്കതിന് കഴിയുന്നതാണ്, ദുആക്ക് കഴിയും. പക്ഷെ എന്ത് വേണം? പറഞ്ഞിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധമായ മക്കയിൽ വെച്ച് ചെയ്തൊരു ദുആ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എന്താ ഖുർആൻ എടുത്തു പറഞ്ഞ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ ഖുർആൻ എടുത്തു പറയണം. ഇബ്രാഹിം നബി ഹാജറ ബീവിനെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കത്ത് കൊണ്ടുപോയാക്കുമ്പോൾ ഈ 3 ആൾക്കാരല്ലാതെ 4ാമത്തെ ഒരാൾ അവിടെ ഇല്ല. 4ാമതൊരാൾ ഇല്ല എന്ന് മാത്രവുമല്ല, ഒരു പറവ പോലും മക്കയിലേക്ക് വരാറില്ല. പാറക്കെട്ടുകൾ നിറഞ്ഞ മലകൾക്കിടയിൽ ഹാജറ ബീവിയെയും പൊന്നുമോനെയും അമ്മിഞ്ഞ പാൽ മോന്തി കുടിക്കുന്ന പൊന്നുമോനെയും വിട്ടേച്ചു പോരുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത് എന്താണെന്നറിയോ? കഅബക്ക് നേരെ തിരിഞ്ഞു ഒരൊറ്റ പ്രാർത്ഥനയാണ്. നമുക്ക് എന്തേലും വിഷമം വന്നാ നമ്മൾ പായിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് ദുആ. അല്ലാഹുവിന് അതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളത.